ഭഗവാൻ പൃഥു മഹാരാജാവിനോട് തുടരുകയാണ്. ധീരനായ മഹാരാജാവേ, അങ്ങ് സുഖദുഃഖങ്ങളിൽ സമഭാവത്തോടുകൂടി ഉത്തമന്മാർ, മധ്യമന്മാർ, അധമന്മാർ എന്നിങ്ങനെ വിവിധ സ്വഭാവക്കാരായ ആളുകളോട് ഒരേ മനോഭാവത്തോടുകൂടി ഇന്ദ്രിയങ്ങളെയും അന്ധകരണത്തെയും തൻ്റെ നിയന്ത്രണത്തിൽ നിർത്തി, എന്നാൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മന്ത്രിമാർ, സേനാനായകന്മാർ മുതലായവരുടെ സഹായത്തോടെ സകല ലോകത്തെയും സമുചിതമായി പരിപാലിച്ചാലും. ഭഗവാൻ അഭിസംബോധന ചെയ്യുകയാണ്, ധീരനായ മഹാരാജാവേ. ധീരൻ എന്ന് വിളിക്കാൻ കാരണം യാഗാശ്വം അപഹരിക്കപ്പെട്ടു കൊണ്ടുപോയപ്പം അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടൊരുമ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല. ധീരൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ധീയിൽ രമിക്കുന്നവൻ, ബുദ്ധിയിൽ രമിക്കുന്ന ആള്. അവരാണ് ധീരർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ രമിക്കുന്നവർ. ബുദ്ധി എന്ന് പറഞ്ഞാൽ അറിവിൽ രമിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നവർ എന്നർത്ഥം. മനസ്സിലാക്കി, ഓരോ സന്ദർഭത്തിനെയും മനസ്സിലാക്കി അതിന് യോജിച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ആള്, സന്ദർഭോചിതമായി പ്രവർത്തിക്കുന്നയാളാണ് ധീരൻ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ വിളിച്ചത് ധീരനായ മഹാരാജാവേ. കാരണം 99 യാഗങ്ങൾ പൂർത്തീകരിച്ചു. ഇനി ഒരൊറ്റ യാഗവും കൂടി പൂർത്തീകരിച്ചാൽ താൻ ഏറ്റെടുത്തിരുന്ന ആ വ്രതം പൂർത്തീകരിക്കുവാൻ സാധിക്കുമായിരുന്നു. അതിനു മുമ്പാണ് മറ്റു പലരും ഇടപെട്ടു, അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തു, അതിൽ കാമ്പുണ്ട് എന്ന് മനസ്സിലാക്കി താൻ എടുത്ത തീരുമാനം മാറ്റാൻ അദ്ദേഹം തയ്യാറായി. അങ്ങനെ തയ്യാറാകണമെന്നുണ്ടെങ്കിലും ധീരൻ ആയിരിക്കണം. ധീരർക്കു മാത്രമേ പിടിവാശി ഉണ്ടാകാതെ ഉള്ളൂ. ഈ പിടിവാശി പിടിക്കുന്നില്ലേ, താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞതുപോലെ പിടിവാശി പിടിക്കുന്നത് ധീരരല്ലാത്തത് കൊണ്ടാണ്. ധീരര് അതാതു കാലഘട്ടത്തിൽ സന്ദർഭത്തിനനുസരിച്ച് സമയോചിതമായ തീരുമാനമെടുക്കാൻ കഴിവുള്ളവരായിരിക്കും. പൃഥു മഹാരാജാവ് അങ്ങനെയുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത് ധീരനായ മഹാരാജാവേ. അല്ലാതെ കായബലം കൊണ്ട് മറ്റാർക്കും പറ്റാത്തത് പറ്റുന്ന ആൾ എന്നുള്ള അർത്ഥത്തിലല്ല. അല്ലാതെ വേറെ ആരും ചെയ്യുവാൻ മടിച്ചു നിൽക്കുന്ന കാര്യം ചെയ്യാൻ ഒരുമ്പെട്ടു എന്നുള്ളത് കൊണ്ടും അല്ല. ബുദ്ധി പ്രയോഗിച്ച് തീരുമാനമെടുത്ത് ആ തീരുമാനം താൻ നേരത്തെ എടുത്ത തീരുമാനം മാറ്റേണ്ടി വരുന്നതാണെങ്കിലും അങ്ങനെ തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കുന്ന ആളാണ്. അപ്പോൾ ധീരനായ മഹാരാജാവേ, അങ്ങ് സുഖദുഃഖങ്ങളിൽ സമഭാവത്തോടുകൂടി ഉത്തമന്മാർ, മധ്യമന്മാർ, അധമന്മാർ എന്നിങ്ങനെ വിവിധ സ്വഭാവക്കാരായ ആളുകളോട് ഒരേ മനോഭാവത്തോടു കൂടി. ആൾക്കാർ പലതരത്തിലാണ്. അവരിൽ ചിലര് വളരെ ശ്രേഷ്ഠരായിരിക്കും, ചിലർ ഇടത്തരായിരിക്കും, ചിലര് വളരെ മോശക്കാരുമായിരിക്കും. ഇവരോടെല്ലാം ഒരേപോലെ പെരുമാറണം. ഒരേപോലെ പെരുമാറണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഉത്തമരായിട്ടുള്ളവരോട് പെരുമാറുന്നത് പോലെ തന്നെ മധ്യമരോടും അധമരോടും പെരുമാറണം എന്നല്ല. ഓരോരുത്തരെയും മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന രീതിയിൽ അവരോട് പെരുമാറണം. അതാണ് സമഭാവനയോടുകൂടി സ്വഭാവക്കാരായ ആളുകളോട് ഒരേ മനോഭാവനയോടുകൂടി പെരുമാറണം എന്ന് പറഞ്ഞത്. ഇവരോട് ഓരോരുത്തരോട് ഇടപഴകുമ്പോൾ അവരെ മനസ്സിലാക്കി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. ഇവിടെ സമഭാവന, ഒരേ മനോഭാവം എന്നുള്ളത് എവിടെയാ വരുന്നത്? ഓരോരുത്തർക്കും അവരവർക്കു വേണ്ടത് ചെയ്തു കൊടുക്കുക. ആ ചെയ്തു കൊടുക്കുന്നതിലാണ് സമത്വം ഉള്ളത്. അല്ലാതെ എല്ലാ മനുഷ്യരോടും ഒരേപോലെ ഇടപഴകുക എന്നുള്ളതല്ല. എല്ലാവരോടും ഒരേപോലെ പെരുമാറുക എന്നുള്ളതല്ല. അത്
മറ്റു കൂട്ടർക്ക് യോജിച്ചുകൊള്ളണം എന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഉത്തമരായിട്ടുള്ളവരോട് പെരുമാറുന്നത് പോലെ അത്ര ഉത്തമരല്ലാത്തവരോട് പെരുമാറിയാൽ അത് ഉത്തമരല്ലാത്തവർക്ക് സ്വീകാര്യമായി കൊള്ളണമെന്നില്ല. ഉത്തമരല്ലാത്തവരോട് പെരുമാറുന്നത് പോലെ ഉത്തമരായവരോട് പെരുമാറിയാൽ അത് അവർക്ക് സ്വീകാര്യമായി കൊള്ളണമെന്നില്ല. ഇവിടെ ഒരേ മനോഭാവം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും സ്വീകാര്യമായ രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ്. അതിന് എന്ത് വേണം? അതിന് വകതിരിവ് വേണം. ആ വകതിരിവോടുകൂടി പെരുമാറുന്നയാള്, അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഈ ഭാഗത്ത് ഭഗവാൻ സംബോധന ചെയ്തത് ധീരനായ മഹാരാജാവേ. ഈ ആൾക്കാരോട് ഇടപഴകുക എന്നുള്ളത് ഒരു കലയും കൂടിയാണ്. ഓരോരുത്തരെയും മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന രീതിയിൽ അവരോട് ഇടപഴകുക എന്നുള്ളത് ഒരു കലയാണ്. ആ കല ആർക്കാണോ വശമുള്ളത് അവരുടെ ജീവിതമായിരിക്കും സമരസതയോടുകൂടി മുന്നോട്ട് പോവുക. ആ കല നമുക്ക് വശമല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളിൽ പാളിച്ചകൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ ബന്ധങ്ങളിൽ പാളിച്ചകൾ ഉണ്ടായാൽ അത് മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തും. ആ അസ്വസ്ഥത ജീവിതത്തിലെ മറ്റ് മേഖലകളിൽ പ്രതിഫലിക്കും. ഈ ബന്ധങ്ങൾ എങ്ങനെ ഊഷ്മളമായിരിക്കണം എന്നത് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെയും നമുക്ക് പകർന്നു തരുന്നുമില്ല. ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായം ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് ഊഷ്മളമാക്കി നിലനിർത്തുക എന്ന കാര്യത്തില് ഒരു പഠനം നമുക്ക് തരുന്നില്ല, നമ്മളെ പഠിപ്പിക്കുന്നില്ല. അത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. മിക്കവാറും ആൾക്കാരുടെ മനസ്സിന് സ്വസ്ഥതക്കേടുണ്ടാകുന്നത് ബന്ധങ്ങൾ വഷളാകുമ്പോഴാണ്. നമുക്കറിയാം എന്ന് നാം ഉറപ്പിച്ചിരിക്കുന്ന ആൾക്കാർ നാം പ്രതീക്ഷിക്കാത്തതുപോലെ പെരുമാറുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്നത്. ആ പ്രശ്നം ആ ബന്ധത്തിൽ മാത്രം നിൽക്കുന്നതുമല്ല. നമുക്ക് വളരെ ഉറ്റവരോടുള്ള ബന്ധം താളം തെറ്റുന്ന സമയത്ത് ആ അവതാളം അവിടെ മാത്രമായിട്ട് നിൽക്കില്ല. അത് ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിലും പ്രതിഫലിക്കും. അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ, നമ്മുടെ ക്രിയാത്മകതയെ ബാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സഹജീവികളോട്, ഉറ്റവരോട്, ഉറ്റവരും ഉടയവരോടുമൊക്കെ വളരെ ഭംഗിയായിട്ട് ബന്ധം നിലനിർത്തുക എന്നുള്ളത്. അപ്പൊ അതിന് എന്ത് വേണം? അതിന് ധീരത വേണം, അതിൽ വകതിരിവ് വേണം. ആ വകതിരിവോടുകൂടി വേണം പെരുമാറാൻ. അപ്പൊ നമുക്ക് നമ്മളോട് പെരുമാറുന്നവരെ മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മുടെ മിക്കവാറുമുള്ള പരാതികളിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഈ ഞാൻ ആരെയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ഞാൻ ആരെയും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല, പക്ഷെ എല്ലാവരും എന്നെ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നമ്മൾ ബന്ധപ്പെടുന്ന ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ആ മനസ്സിലാകലിൽ ആ ബന്ധം ഊഷ്മളമാകും. അവർക്ക് നമ്മളെ മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് ഒരു വിഷയമല്ല. നമുക്ക് അവരെ മനസ്സിലായി എന്നുള്ളത് കൊണ്ട് അവരുടെ വാക്കുകളും പ്രവൃത്തികളും എന്തിനെയാണ് ദ്യോതിപ്പിക്കുന്നത്, സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ആ മനസ്സിലാകലിനനുസരിച്ച് നമുക്ക് അവരോട് പ്രതികരിക്കാൻ സാധിക്കും. ബന്ധം ഊഷ്മളമായി നിൽക്കും. ബന്ധങ്ങൾ ഊഷ്മളമായി നിന്നാൽ തന്നെ ജീവിതത്തിൽ വലിയൊരളവ് വരെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. അപ്പൊ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകണം ജീവിതത്തിലെങ്കിൽ ധീരരായിരിക്കണം, അറിവ്, വകതിരിവ് ഉണ്ടാകണം. അതെങ്ങനെയാ അതുണ്ടാക്കുക? ഈ വിദ്യാഭ്യാസ രീതികളിലൂടെ ഒന്നും അതുണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്കൂൾ, കോളേജ് വിദ്യാഭ്യാസങ്ങളിലൂടെ ഒന്നും അതുണ്ടാവില്ല. അതിനെന്ത് വേണം? അതിന്
വസ്തുനിഷ്ഠയോടുകൂടി പുരാണ ഇതിഹാസങ്ങൾ പാരായണം ചെയ്യണം. പുരാണ ഇതിഹാസങ്ങൾ കഥകളാണ്. ആ കഥകളിലൂടെ മഹർഷി നമ്മളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ സമാധാനപൂർണവും സ്വസ്ഥതയുള്ളതും ആക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഈ പുരാണ ഇതിഹാസ പാരായണ ശ്രവണം വളരെ അനിവാര്യമാണ്. കാരണം ഇന്ന് വേറെ എവിടെ നിന്നും ഇതൊന്നും കിട്ടാനില്ല, വേറൊരു വഴിയും ഇതിനില്ല. അപ്പം അതുകൊണ്ട് ഇതാണ് ഏറ്റവും എളുപ്പമായ വഴി. ധീരനായ മഹാരാജാവേ, അങ്ങ് സുഖദുഃഖങ്ങളിൽ സമഭാവത്തോടുകൂടി ഉത്തമർ, മധ്യമർ, അധമർ എന്നിങ്ങനെ വിവിധ സ്വഭാവക്കാരോട് ഒരേ മനോഭാവത്തിൽ പെരുമാറണം. അങ്ങനെ ഒരേ മനോഭാവത്തിൽ പെരുമാറണം എന്നുണ്ടെങ്കിൽ സുഖവും ദുഃഖവും സമഭാവനയോടുകൂടി അനുഭവിക്കാൻ സാധിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ചുഴിയിൽപ്പെട്ടാണ് നമ്മൾ ചുറ്റുപാടുകളിൽ നിൽക്കുന്നവരോട് പ്രതികരിക്കുന്നതെങ്കിൽ, അതായത് നമ്മുടെ പ്രതികരണം നമ്മുടെ മനോഭാവമനുസരിച്ച് നിറം വെച്ചതാണെങ്കിൽ അത് കൃത്യമായി കൊള്ളണം എന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ വളരെ രോഷാകുലരായി നിൽക്കുന്ന ഒരു സമയം, ആ രോഷാകുലതയിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരാളോട് പ്രതികരിച്ചാൽ, പ്രത്യേകിച്ചും അങ്ങനെ പ്രതികരിക്കുക വളരെ അടുത്ത ആൾക്കാരോടാണ്, മക്കളോടായിരിക്കും, സഹോദരി സഹോദരന്മാരോടായിരിക്കും, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലായിരിക്കും, അച്ഛനമ്മമാരോടായിരിക്കും. ഇപ്പം വളരെ അടുത്ത ആൾക്കാരോട് അങ്ങനെ പെരുമാറുക. ദേഷ്യം വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കും. ആ പ്രതികരണം എങ്ങനെ പോയാലും കൂടിപ്പോകും. അപ്പൊ എന്ത് പറ്റും? ഈ ദേഷ്യം കലർന്ന പ്രതികരണമാണ് നമ്മളിൽ നിന്നുണ്ടാവുക. ദേഷ്യം കലർന്ന പ്രതികരണം അപ്പുറത്തു നിന്നും ദേഷ്യത്തെ ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ പെരുമാറ്റം, നമ്മൾ ആരോട് പെരുമാറിയാലും, ഉത്തമരായവരോടായാലും മധ്യമരായാലും അധമരായാലും, കാരണം ഇപ്പൊ ലോകത്തിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഈ പലതരത്തിലുള്ള ആൾക്കാരോട് പെരുമാറുമ്പോൾ അവരെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറണം. അല്ലാതെ നമ്മുടെ ആ കാലത്തെ താത്കാലികമായിട്ടുള്ള മനോഭാവത്തിനനുസരിച്ച് പെരുമാറിയാൽ നമ്മുടെ പെരുമാറ്റത്തിന് ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരും. ദേഷ്യമുള്ളപ്പോൾ പെരുമാറുന്നത് ഒരു രീതിയിൽ, വളരെ സന്തോഷമുള്ളപ്പോൾ പെരുമാറുന്നത് ഒരു രീതിയിൽ, ദുഃഖമുള്ളപ്പോൾ പെരുമാറുന്നത് ഒരു രീതിയിൽ. പലരും അങ്ങനെയാണ്, മിക്കവാറും എല്ലാവരും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ഒന്നും ഇല്ലാത്തത്. അപ്പൊ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കി അവരോട് പെരുമാറണം. ആൾക്കാരെ മനസ്സിലാക്കി അവരോട് പെരുമാറണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ താത്കാലിക മനോഭാവത്തിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ട് നമുക്ക് അവരോട് പെരുമാറാൻ സാധിക്കണം. ഇപ്പൊ എനിക്ക് ദേഷ്യമുണ്ട്, പക്ഷെ ആ ദേഷ്യം കലർന്ന രീതിയിലല്ല ഞാൻ നിങ്ങളോട് പെരുമാറുക. എൻ്റെ ദേഷ്യത്തെ ഞാൻ മാറ്റിവെക്കുന്നു, എൻ്റെ സുഖത്തെ ഞാൻ മാറ്റിവെക്കുന്നു, എൻ്റെ ദുഃഖത്തെ ഞാൻ മാറ്റിവെക്കുന്നു, എൻ്റെ അസൂയയെ ഞാൻ മാറ്റിവെക്കുന്നു. അപ്പോൾ എൻ്റെ താത്കാലിക മനോഭാവങ്ങൾ, അത് താത്കാലികം എന്ന് പറയാൻ കാരണം എന്താ? ഇതെല്ലാം വന്നു പോകുന്നതാണ്. ഒരാൾക്ക് 24 മണിക്കൂറും സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കാൻ പറ്റില്ല, ഒരാൾക്ക് 24 മണിക്കൂറും ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കാൻ പറ്റില്ല, ഒരാൾക്ക് 24 മണിക്കൂറും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഒരാൾക്ക് 24 മണിക്കൂറും അസൂയപ്പെട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. വിവിധ വികാരങ്ങളുടെ വേലിയേറ്റത്തിന് വിധേയരാകുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് താത്കാലികമായി ഉണ്ടാകുന്ന മനോഭാവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മളോട് പ്രതികരിക്കാൻ വരുന്നവരോട് പ്രതികരിക്കരുത്. അപ്പം എന്ത് വേണം? നമ്മുടെ മനോഭാവത്തെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കണം. അങ്ങനെ നമ്മുടെ മനോഭാവത്തെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പ്രതികരിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനോഭാവത്തെ നമുക്ക് കാണാൻ സാധിക്കണം. അത് നമ്മുടെ പ്രതികരണങ്ങളിൽ നിറം വരുത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതായത് നമ്മളുടെ മനോവൃത്തികളിൽ നിന്ന് ഒന്ന് വിട്ട് നിന്ന് പെരുമാറാൻ, ചിന്തിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ അത്
അഭ്യാസം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. വെറുതെ ഇത് കേട്ടതുകൊണ്ട് മാത്രമായില്ല. ഇത് കേട്ടത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതാണ് അഭ്യാസം. അറിഞ്ഞതിനെ അനുവർത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അഭ്യാസം. അറിഞ്ഞത് ശരിയായിട്ടും ഉൾക്കൊണ്ടോ എന്ന് അറിയുവാനുള്ള വഴിയും കൂടിയാണ് അഭ്യാസം. അപ്പൊ അതിനെന്ത് വേണം? അതിന് നമ്മുടെ അനാദര യോഗം പരിശീലിക്കണം. അനാദര യോഗം തുടങ്ങുമ്പോഴൊന്നും ഇത് സാധിക്കില്ല. ഏതായാലും നമ്മളിപ്പോ തുടക്കത്തിലല്ലല്ലോ നിൽക്കുന്നത്, കുറച്ച് കാലമായിട്ടെങ്കിലും ഇത് ചെയ്യുന്നവരായിരിക്കാം നമ്മളിൽ പലരും. അപ്പോൾ ഈ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കുന്നവരായിരിക്കും പലരും. എല്ലാവരും അല്ല, എന്നാലും പലരും. അപ്പം ചിലർക്ക് ഈ വികാരങ്ങൾ ഉണ്ടാവുന്നതും അത് ഗ്രസിക്കുന്നതും ഒക്കെ തിരിച്ചറിയാൻ പറ്റും. പക്ഷെ അതിന് ഒരു വിടുതൽ കിട്ടുക അത്ര എളുപ്പമായിട്ട് തോന്നുന്നുണ്ടാവുകയില്ല ചിലർക്ക്. പേടിക്കേണ്ട ആവശ്യമില്ല. ഈ അഭ്യാസം തുടർന്ന് ചെയ്താൽ ക്രമേണ അത് സാധിക്കും. ക്രമേണ നമ്മുടെ മനോഭാവങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ലോകത്തെ കാണാനും പെരുമാറാനും നമുക്ക് സാധിക്കും. അഭ്യാസം കൂടാതെ ഇത് വെറുതെ 100,000 പ്രാവശ്യം കേട്ടതുകൊണ്ടൊന്നും ഉണ്ടാവില്ല. ഇതിനെ കേട്ട് സ്വാംശീകരിച്ച് അത് നമ്മുടേതാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അഭ്യാസം ഉണ്ടാവണം. ആ അഭ്യാസം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ വികാരങ്ങളുടെ വേലിയേറ്റവും വേലിയിറക്കവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ സുഖദുഃഖങ്ങളിൽ സമഭാവത്തോടുകൂടി അതിൻ്റെ സ്വാധീനം നമുക്കില്ലാതെ ജീവിതത്തിൽ പെരുമാറാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ സുഖം ഉണ്ടായാൽ അനുഭവിക്കേണ്ട എന്നോ ദുഃഖം ഉണ്ടായാൽ അനുഭവിക്കേണ്ട എന്നോ അല്ല. സുഖമുണ്ടെങ്കിൽ അനുഭവിച്ചുകൊള്ളൂ. പക്ഷെ ഞാൻ സുഖം അനുഭവിക്കുകയാണ് എന്നറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊള്ളൂ. ഞാൻ ദുഃഖം അനുഭവിക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊള്ളൂ. എനിക്കിപ്പോൾ ദേഷ്യമുള്ള സമയമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊള്ളൂ. എനിക്കിപ്പോൾ വല്ലാത്ത അസൂയയുള്ള സമയമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊള്ളൂ. കുഴപ്പമില്ല. അപ്പോൾ നമുക്കറിയാം, നമുക്കിപ്പം സുഖാണ്, ദുഃഖാണ്, ദേഷ്യാണ്, അസൂയയാണെന്നൊക്കെ നമുക്കറിയാം. അപ്പം നമുക്കതിൽ നിന്ന് പതുക്കെ വിട്ടുനിന്ന് വരുന്നയാളെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പെരുമാറാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, അങ്ങ് ധീരനായ മഹാരാജാവേ. ധീരർക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. തൻ്റെ വികാര വിക്ഷുബ്ധതയുടെ വേലിയേറ്റത്തിലും വേലിയിറക്കത്തിലും പെട്ട് അല്ലാതെ ലോകത്തിനോട് ഇടപഴകണമെന്നുണ്ടെങ്കിൽ ധീരരായവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ധീരനായ മഹാരാജാവേ, അങ്ങ് സുഖദുഃഖങ്ങളിൽ സമഭാവത്തോടുകൂടി. ഈ സമഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കുക എന്നല്ല അർത്ഥം. സുഖം വന്നാൽ സഹിക്കുക, ദുഃഖം വന്നാൽ സഹിക്കുക, അങ്ങനെയല്ല. സമഭാവത്തോടുകൂടി എന്ന് പറഞ്ഞാൽ രണ്ടും അനുഭവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കൈപ്പക്കയുടെ കയ്പും പഴത്തിൻ്റെ മധുരവും അനുഭവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ആ അനുഭവത്തിൽ പെട്ട് ഉഴറിപ്പോകരുത് എന്ന് മാത്രം. അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് നമ്മളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കരുത് എന്ന് മാത്രം. അത് സ്വാധീനിക്കാതിരിക്കണമെങ്കിൽ ഈ അനാദര യോഗ അഭ്യാസം അനിവാര്യമാണതിന്. അങ്ങ് സുഖദുഃഖങ്ങളിൽ സമഭാവത്തോടുകൂടി ഉത്തമന്മാർ, മധ്യമന്മാർ, അധമന്മാർ, അങ്ങനെ നമുക്ക് ലോകത്തെ വേർതിരിക്കാം. ഉത്തമന്മാർ, മധ്യമന്മാർ, അധമന്മാർ എന്നിങ്ങനെ വിവിധ സ്വഭാവക്കാരായ ആളുകളോട് ഒരേ മനോഭാവത്തോടു കൂടി എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഒരേപോലെ പറയുക എന്നുള്ളതല്ല. ഓരോരുത്തർക്കും വേണ്ടത് എന്താണോ അതിനനുസരിച്ച് അവരോട് പെരുമാറുക. അതൊക്കെ അറിവുണ്ടെങ്കിലേ, വകതിരിവുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ഒരേ മനോഭാവത്തോടു കൂടി ഇന്ദ്രിയങ്ങളെയും അന്ധക്കരണത്തെയും തൻ്റെ നിയന്ത്രണത്തിൽ നിർത്തി. അല്ലെങ്കിൽ എന്ത് വരും? ഇന്ദ്രിയങ്ങൾ പല വഴിക്ക് പോകുമ്പം നമ്മൾ പെരുവഴിയിലായി പോകും. ഇന്ദ്രിയങ്ങളെയും അന്ധക്കരണത്തെയും തൻ്റെ നിയന്ത്രണത്തിൽ നിർത്തി എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് നിർത്തുകയല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിനെ നോക്കാൻ അനുവദിക്കാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും കാതിനെ കേൾക്കാൻ അനുവദിക്കാതെ നിർത്തുന്നതല്ല. അത് കാരാഗ്രഹത്തിലിടുന്നതാണ്. ഇവരെ കാരാഗ്രഹത്തിലിടാനല്ല പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താ? നിയന്ത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കണ്ണും കാതും മൂക്കും നാക്കും ത്വക്കും മനസ്സും അഹങ്കാരവും ബുദ്ധിയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തികളെ അറിഞ്ഞുകൊണ്ട്, ഒബ്സർവ് ചെയ്തുകൊണ്ട്, നിരീക്ഷിച്ചുകൊണ്ട്, നിരീക്ഷണത്തിന് മാറ്റം വരുത്താൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മളൊരു റോട്ടിലൂടെ നടന്നു പോവാന്ന് വിചാരിക്കുക.
അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം വരും. വേറൊരാൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ മതി നമ്മളിൽ മാറ്റമുണ്ടാകും. അപ്പോൾ ശ്രദ്ധ മാറ്റമുണ്ടാക്കും. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെയും അന്ധഃകരണത്തിന്റെ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതിൻ്റെ ഓർമ്മ, ചിത്തത്തിൻ്റെയും പ്രവർത്തനത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അവ സ്വയം നിയന്ത്രിക്കപ്പെടും. നമ്മൾ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല, ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. ഭാഷ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊക്കെ തൻ്റെ നിയന്ത്രണത്തിൽ നിർത്തി എന്ന് പറഞ്ഞാൽ തൻ്റെ ഇന്ദ്രിയങ്ങളുടെയും അന്ധഃകരണങ്ങളുടെയും പ്രവർത്തനങ്ങൾ താൻ അറിഞ്ഞുകൊണ്ട്, എന്നാൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മന്ത്രിമാർ, സേനാനായകന്മാർ മുതലായവരുടെ സഹായത്തോടെ സകല ലോകത്തെയും സമുചിതമായി പരിപാലിച്ചാലും. ഒറ്റയ്ക്ക് തീരുമാനം എടുത്ത് നടപ്പിലാക്കാനല്ല. രാജാവ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളല്ല, ഒരു സ്വേച്ഛാധിപതിയല്ല. ഭാരതത്തിലെ രാജസങ്കല്പം ഒരു കാലഘട്ടത്തിലും സ്വേച്ഛാധിപത്യമായിരുന്നില്ല. തൻ്റെ കൂടെ ഉള്ളവരോടും, മന്ത്രിമാരോടും സേനാനായകന്മാരോടും മറ്റുള്ളവരോടും ഒക്കെ ചർച്ച ചെയ്തിട്ട് അവരുടെ അഭിപ്രായങ്ങളെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് സകല ലോകത്തെയും സമുചിതമായി പരിപാലിച്ചാലും. ഒറ്റയ്ക്കങ്ങോട്ട് പരിപാലിക്കാനല്ല പറഞ്ഞത്. രാജാവ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ഉത്തരവാദിത്വത്തിന്റെ കേന്ദ്രമാണ്. അപ്പോൾ ചുറ്റുപാടുകളിലും ഉള്ളവരുമായിട്ട് സംവദിച്ച് എല്ലാവരോടും കൂടിയാലോചിച്ച് തീരുമാനമെടുത്ത് നടപ്പിലാക്കിയാലും, സമുചിതമായി യോജിക്കുന്ന രീതിയിൽ ലോകത്തെ പരിപാലിച്ചാലും.